23 ജനുവരി ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിഫ്റ്റിയിലാണെങ്കിൽ 23,296 മുകളിലേക്കാണെങ്കിൽ ഡൗൺ സൈഡ് എൻട്രിക്കായിരിക്കും ഞാൻ പ്രിഫറൻസ് കൊടുക്കുക. ഇനി മാർക്കറ്റ് അതല്ല 22,976 ഇന്നും ഞാൻ പ്ലാൻ ചെയ്ത ഏരിയ ആയിരുന്നായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഓഫീസിൽ ഇറങ്ങി, പക്ഷേ കറക്റ്റ് അത് എടുത്തിട്ടില്ല കേട്ടോ. സ്റ്റിൽ ഇന്നും ആ മാർക്കറ്റ് എടുത്ത് ഞാൻ അത് എടുത്തതിന് ശേഷം അപ്സൈഡിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മാർക്കറ്റ് അത് എടുക്കാതെയാണ് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം തന്നത്. അപ്സൈഡിലേക്ക് പോകുന്ന നല്ല പ്രതീക്ഷ ഉണ്ടായതുകൊണ്ടാണ് 2 കോൾ ഓപ്ഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 2 കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്തതാണ് ഇന്നത്തെ ദിവസം. ഈ 22,976 തന്നെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുക. അത് ടാപ്പ് ചെയ്യാമെങ്കിൽ അപ്പ് സൈഡിലേക്ക് ട്രേഡ്. ഇത് രണ്ടാണ് നിഫ്റ്റിയിലുള്ള ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ സെയിം നമ്മളെ ഡെയിലി ഐഡിയക്സിൻ്റെ ലോ 48,74 താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ അപ്പ് സൈഡിലേക്കും 48,961 49,280 ഈ 2 ലെവലിൻ്റെ മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം ഓപ്പൺ ആകുന്നത് എങ്കിൽ ഡൗൺ സൈഡ് ട്രേഡിനായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യാം. ഇനിയല്ല മാർക്കറ്റ് ഇതിൻ്റെ ഗ്യാപ്പിലാണെങ്കിൽ അന്നത്തെ ദിവസം ക്രിയേറ്റ് ആവുന്ന ഹയർ ടൈം ഫ്രെയിം പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. താങ്ക് യു.